നമസ്കാരം. ഓയിലസ് UDF ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് PV അൻവർ, ബീന ജോസഫ്, പിന്നെ പുതിയൊരു അഡ്മിഷൻ ഉണ്ട് K സുധാകരൻ. വെക്കുന്ന വെടിയൊക്കെ സ്വന്തം നെഞ്ചത്തേക്ക് ഇതുപോലെ കൃത്യമായി തിരിച്ചു കിട്ടുന്ന ഒരു പാർട്ടി അത് കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് മണിക്കൂറുകളായിട്ടില്ല ദാ നിലമ്പൂരിന്റെ മണ്ണിൽ നെടുകെ പിളർന്നു കിടക്കുന്നു. എവിടെയും എടുക്കാത്ത അൻവറും DCC ജനറൽ സെക്രട്ടറി ബീന ജോസഫും പോരാത്തതിനിപ്പോ ഇറക്കി വിട്ട മുൻ KPCC പ്രസിഡന്റ് K സുധാകരനും പൊട്ടിച്ച വെടിയൊക്കെ എവിടെ ചെന്ന് തീരുമെന്ന് കനുകോലുവിന് പോലും അറിയില്ല. എന്തായാലും കോൺഗ്രസിന് ജംബോ കമ്മിറ്റി ഉള്ളതിന്റെ ഗുണം ഇപ്പോഴാണ് അനുഭവിക്കാൻ പറ്റിയത്. അൻവറിനെ നോക്കാൻ ഒരു 50 KPCC സെക്രട്ടറിമാർ, ബീന ജോസഫിനെ നോക്കാൻ വെറും ഒരു 50, ആശ കൊടുത്ത് അപമാനിച്ചു വിട്ട സുധാകരനെയും VS ജോയിയെയും നോക്കാൻ ബാക്കിയുള്ളവരും. UDF സ്ഥാനാർത്ഥിയെ പരസ്യമായി അധിക്ഷേപിച്ച അൻവറിനെ ഒന്ന് മയപ്പെടുത്താമെന്ന് വെച്ചപ്പോഴാണ് DCC ജനറൽ സെക്രട്ടറിയെ BJP കൂടണയ്ക്കാൻ കൊണ്ടുപോകാൻ ഒരുങ്ങിയത്. ആ ക്ഷീണം ഒന്ന് മാറി വരുന്നതിന് മുന്നേ സുധാകരൻ കളത്തിലിറങ്ങി സതീശന്റെ നെഞ്ചത്തേക്ക് വെടിപൊട്ടിച്ചു. അൻവറിനെ UDFിൽ എടുക്കേണ്ട എന്നത് സതീശൻ അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് സുധാകരൻ തുറന്നടിച്ചു. പാളയത്തിനുള്ളിലെ ഓരോ ചവിട്ടിലും ഗതികെട്ട് ആടി ഉലയുകയാണ് UDFും കോൺഗ്രസും. ഒഴിയാബാധയായി മാറിയ അൻവറിന്റെ കടന്നാക്രമണം പോലും താങ്ങാൻ ശേഷിയില്ലാത്ത ഇവരാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കാമെന്ന് സ്വപ്നം കാണുന്നത്.